പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി ഒരു ട്രെയിൻ യാത്രയാണ്. ലിങ്ക് ട്രെയിൻ അഥവാ സ്ലിപ്പ് ട്രെയിൻ, അങ്ങനെ പല പേരുണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടി വാസ്കോഡഗാമയിൽ നിന്ന് ഹൈദരാബാദ് പോകുന്നൊരു വണ്ടിയാണ്. വാസ്കോഡഗാമ ഹൈദരാബാദും വാസ്കോഡഗാമ തിരുപ്പതിയും ഈ രണ്ട് വണ്ടികളും ഒറ്റ വണ്ടിയായിട്ട് പോകുന്നൊരു അടിപൊളി വെറൈറ്റി ഒരു ട്രെയിൻ യാത്രയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലെ മഡ്ഗാവ് ജംഗ്ഷനിലാണ്. വാസ്കോഡഗാമയിൽ നിന്ന് രാവിലെ 8:40 പുറപ്പെടുന്ന വാസ്കോഡഗാമ തിരുപ്പതി ഹൈദരാബാദ് എക്സ്പ്രസ്സിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. വൃത്തിയുടെ കാര്യത്തിൽ മഡ്ഗാവ് സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല വൃത്തിയാണ്. നോക്കിയാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. നല്ല വൃത്തിയാണ്, എങ്കിൽ ഒരു കച്ചറയോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വാസ്കോഡഗാമ ഹൈദരാബാദ് എക്സ്പ്രസ് വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 2 പറഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 പോകാം. അപ്പോൾ ലിങ്ക് ട്രെയിൻ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ അമൃത രാജറാണിയൊക്കെ പണ്ട് എങ്ങനെ പോയിക്കൊണ്ടിരുന്നത്, പണ്ട് ഈ അമൃത രാജറാണിയുടെ ഒറ്റ ട്രെയിനായിട്ട് ഷൊർണൂർ പോയിട്ട് അവിടെ നിന്ന് സ്പ്ലിറ്റ് ആക്കും. അവിടെ നിന്ന് ഇതിൻ്റെ പകുതി ഭാഗം നിലമ്പൂർക്കും അവിടെ നിന്ന് പകുതി ഭാഗം പാലക്കാട്ടേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ ഹിമസാഗറൊക്കെ പണ്ട് അങ്ങനെയല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് ഒരു ഭാഗം വരും, കന്യാകുമാരിയിൽ നിന്ന് ഒരു ഭാഗം വരും, എന്നിട്ട് ഈ റോഡാണെന്ന് തോന്നുന്നു, ഈ റോഡ് അവിടെ കണ്ട് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്ത് ഒറ്റ വണ്ടിയായിട്ട് പോകും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടി എങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചാൽ ഈ വണ്ടിക്ക് 2 നമ്പറുണ്ട്. 17420 അതാണ് വാസ്കോഡഗാമയിൽ തിരുപ്പതിക്ക് പോകുന്ന വണ്ടിയുടെ നമ്പർ. ഹൈദരാബാദ് പോകുന്ന വണ്ടിയുടെ നമ്പർ 17022. അപ്പോൾ ഈ 17420 17022 കൂടെ ഒറ്റ വണ്ടിയായിട്ട് വാസ്കോഡഗാമയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ദൂദ്സാഗർ വെള്ളച്ചാട്ടം വഴി ഹൂബ്ലി വഴി ഇത് ഗുണ്ടക്കിലും, ആന്ധ്രയിലെ ഗുണ്ടക്കിലും, എന്നിട്ട് ഗുണ്ടക്കിൽ എന്നിട്ട് ഈ വണ്ടി സ്പ്ലിറ്റ് ആക്കും. ഇതിൻ്റെ പകുതി ഭാഗം തിരുപ്പതിക്ക് പോകും, പകുതി ഭാഗം ഹൈദരാബാദ് പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഹൈദരാബാദാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബെല്ലാരി വരെ ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലും, ബെല്ലാരിയിൽ നിന്ന് ഹൈദരാബാദ് വരെ നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്രസ്സിലെ സെക്കൻഡ് AC-യിലുമാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പറിങ് വരെ വ്യത്യാസമുണ്ട്. അതായത് കോച്ചിൻ്റെ നമ്പർ ഇപ്പം S1 S2 എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഇതിൻ്റെ തിരുപ്പതി എക്സ്പ്രസ്സിൻ്റെ കോച്ചുകൾക്കെല്ലാം നോർമലി തന്നെ S1 S2 A1 A2 അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഹൈദരാബാദ് എക്സ്പ്രസ്സിൻ്റെ കോച്ചുകൾക്ക് ഒരു V എക്സ്ട്രാ ഉണ്ട്. അതായത് SV1 SV2 AV1 BV1 എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം ഒരു വണ്ടിയെ തന്നെ 2 തവണ S1 വന്ന ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ V വെച്ചിട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് എക്സ്പ്രസ്സിൽ കയറുവാണെങ്കിൽ അതിൻ്റെ കോച്ചിൻ്റെ നമ്പറിൻ്റെ കൂടെ ഒരു V കാണും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന തിരുപ്പതി എക്സ്പ്രസ്സിനാണ് ബെല്ലാരി വരെ. എക്സ്പ്രസ് എന്ന് പറയുന്നത് രണ്ടും ഒരു വണ്ടിയിൽ തന്നെയാണ്, പകുതി ഭാഗം വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പോകുന്ന S1 ആണ്. പക്ഷേ ഞാൻ ബെല്ലാരിയിൽ നിന്ന് ഇവിടെ ഹൈദരാബാദ് പോകുന്ന കോച്ചിൻ്റെ നമ്പർ AV1 എന്നാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷം ഇതേപോലെ സ്ലിപ്പായിരുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ പിടിച്ച് ഇവർ ഓരോ റേക്കും ഇൻഡിപെൻഡൻ്റ് ആക്കി. അങ്ങനെ ആക്കിയതാണ് നമ്മുടെ ഹിമസാഗർ, പിന്നെ തിരുനെൽവേലി കത്ര, പിന്നെ മറ്റേ ടാറ്റാനഗർ എക്സ്പ്രസ് ഉണ്ടല്ലോ. ടാറ്റാനഗറൊക്കെ ശരിക്കും പണ്ട് വേറെ ധൻബാദുമായിട്ട് സ്ലിപ്പായിട്ട് പോയിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. അതൊക്കെ പിടിച്ച് ഇൻഡിപെൻഡൻ്റ് ആക്കി. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇതിപ്പോഴും 2 വണ്ടിയും ഒന്നായിട്ടാണ് പോകുന്നത്. വേറെ രസമുണ്ട്, ഇത് ഒറ്റ വണ്ടിയായിട്ട് പോവുകയാണെങ്കിലും ഇതിൻ്റെ 2 ട്രെയിനും, അതായത് ഈ തിരുപ്പതി എക്സ്പ്രസ് ഹൈദരാബാദ് എക്സ്പ്രസ് രണ്ട് ഡിവിഷൻ്റെയാണ് വരെ. മറ്റേ ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈദരാബാദിൻ്റെയും തിരുപ്പതി എക്സ്പ്രസ് തിരുപ്പതിയുടെയാണ്. അപ്പോൾ 2 ഡിവിഷൻ്റെ വണ്ടിയാണ് ഒറ്റ വണ്ടിയായിട്ട് പോകുന്നത്. പക്ഷേ സോൺ സെയിം ആണ് കേട്ടോ. അങ്ങനെ കുറേ വെറൈറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനീ പറഞ്ഞില്ലേ, ഗുണ്ടക്കിൽ പോയിട്ട് ഇതേപോലെ 2 സ്പ്ലിറ്റായിട്ട് പോകുന്നു. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതായത് ഇത് ശരിക്കും വ്യാഴാഴ്ച തിരുപ്പതിയിൽ നിന്നും ഹൈദരാബാദും ഇടുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് വ്യാഴാഴ്ച വൈകിട്ട് ഇതേപോലെ ഗുണ്ടക്കിൽ എത്തിയിട്ട് അവിടെ നിന്ന് 2 കൂടെ മേർജ് ചെയ്താണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് അവിടെ നിന്ന് പോകുമ്പോൾ നേരെ തിരിച്ചാവും. അപ്പോൾ ഈ വണ്ടിക്ക് വാസ്കോഡഗാമയിൽ ഗുണ്ടക്കിൽ വരെ ഡീസൽ ലോക്കമാണ് കേട്ടോ. WDP 4B ട്വിൻസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ഞാൻ കണ്ടത്. ട്വിൻ ലോക്കോസ് ആയിരിക്കും എപ്പോഴും. നോർമൽ ഒറ്റ ലോക്കോ വരുന്ന കുറവാണ്, എപ്പോഴും ട്വിൻ ലോക്കോസ് ആയിരിക്കും ഈ വണ്ടികളുള്ളത്. കാരണം വലിയ വണ്ടിയാണ്, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഗുണ്ടക്കലിന് ഇതിന് ഇലക്ട്രിക് ലോക്കോ ആയിരിക്കും അപ് ടു ഹൈദരാബാദ്. നമ്മളിവിടെ നിൽക്കാൻ നേരത്ത് നമ്മുടെ വെരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് വരുന്നുണ്ട്. ഓൺ ടൈമാണ് വരുന്നത്. കണ്ടാ ഓക്കെ, ഈ റോഡിൻ്റെ ഒരു WP7. ഇത് കണ്ട നമ്മുടെ വണ്ടിയുടെ ലോക്കോ ആണ് നിങ്ങള്. ഗുത്തി ഷെഡിന്റെ WDP 4D ട്വിൻസ് ആണ്. ഇത് കണ്ടോ,
ഇതാണ് ഹൈദരാബാദ് എക്സ്പ്രസിന്റെ ഭാഗമുണ്ട്. ഇതിന്റെ നമ്പർ ഉണ്ട് SV1 SV2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. SV1. അപ്പോൾ മുന്നിലത്തെ ഭാഗം ഹൈദരാബാദ് എക്സ്പ്രസിന്റെ ആണ്. നമ്മളെ തിരുപ്പതി എക്സ്പ്രസിന്റെ ആ ഒരു ഭാഗത്താണ് കയറുന്നത് കേട്ടോ. നമ്മുടെ കോച്ചാണ് S1 കണ്ട BV1 കണ്ട ഞാൻ പറഞ്ഞില്ലേ BV1 AV1. അപ്പോൾ ഇവിടെയാണ് എൻ്റെ കോച്ച് ഇവിടെ ബെല്ലാരിന്ന് ഹൈദരാബാദ് വരെ. അപ്പോൾ ഇത്രയും ഭാഗം ഹൈദരാബാദ് എക്സ്പ്രസിനാണ് കണ്ടാ. കണ്ട ഇത്രയും ഹൈദരാബാദ് വാസ്കോഡ ഗാമ. ഇനി ഇവിടെ നിന്നാണ് തിരുപ്പതി എക്സ്പ്രസ് തുടങ്ങുന്നത് കണ്ടാ. അപ്പോൾ ഈ ഭാഗമാണ് നമ്മുടെ ഗുണ്ടക്കിൽ വെച്ച് മുറിക്കുന്നത് കണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തിരുപ്പതി എക്സ്പ്രസ് കണ്ടാ. ഓക്കെ, എന്തൊക്കെ വെറൈറ്റി അല്ലേ കണ്ടാ, അടിപൊളി. അപ്പോൾ ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈദരാബാദിന് വണ്ടി, തിരുപ്പതി എക്സ്പ്രസ് തിരുപ്പതിയുടെ വണ്ടി കണ്ടാ. നോക്കി ഇവിടെ ഇവർ പറഞ്ഞ കോച്ച് പൊസിഷൻ തെറ്റായതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണേ. അപ്പോൾ എൻ്റെ S1 ആട്ടോ, ഇത് S4 ആണ്. S4 S3 S2 S1. എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി സെറ്റപ്പ് നമ്മുടെ റെയിൽവേയിൽ ഇപ്പോൾ ഭയങ്കര റെയറാണ് ഈ പരിപാടി. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ബർത്ത് കേട്ടോ. സൈഡ് അപ്പറാണ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഒരു കോച്ചാണ് കേട്ടോ S1. എനിക്ക് കോച്ചൊക്കെ കുഴപ്പമില്ല, ഓക്കെ. നമ്മുടെ സീറ്റ് അപ്പുറത്താണ്. എവിടെയാണ് 48 അങ്ങ് അപ്പുറത്തൊക്കെ കണ്ട. നമുക്ക് എന്തായാലും ഈ റൈറ്റ് സൈഡ് കിട്ടിയത് നന്നേ, കാരണം ദൂസാർ ഫോൾസ് ഇവിടെ റൈറ്റ് സൈഡിലാണ്. എന്തായാലും നന്നേ കേട്ടോ, നല്ല തിരക്കാണ്. ഇവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. വണ്ടി ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇപ്പോൾ 9:34 ആയപ്പോഴേക്കും നമ്മൾ മഡ്ഗാവ് ജംഗ്ഷനിൽ നിന്നും വിട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ കരുത്തെന്ന് പറയുന്നത് WDP 4D ട്വിൻ ലോക്കാണ് കേട്ടോ. നല്ല പവറായിരിക്കും, അപ്പം നല്ല ആക്സലേഷൻ ആയിരിക്കും. കാരണം ഇത് വലിയ വണ്ടിയാണ്, 24 കോച്ച് ഉണ്ടറിയോ. അപ്പോൾ നല്ല സ്പീഡിൽ പോകാൻ വേണ്ടിയാണ് ഇവർ ട്വിൻസൊക്കെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒറ്റ ലോക്ക് കൊണ്ട് വലിക്കും, പക്ഷെ ട്വിൻസ് ആകുമ്പോൾ ഒന്നുകൂടെ പവറായിരിക്കും. നിങ്ങൾ ആ വണ്ടി വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കണം ഇതെന്ത് സംഭവം എന്ന്. നമ്മുടെ വണ്ടിയുടെ ഞാൻ കാണിച്ചില്ല പകുതി ഭാഗം SLR ഉള്ളത്, അത്രയും ഭാഗമാണ് ഹൈദരാബാദ് പോകുന്നത് ഗുണ്ടക്കലിൽ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗം ഗുണ്ടക്കലിന് തിരുപ്പതിക്കാണ് പോകുന്നത്. അപ്പോൾ 2 വണ്ടി ഒറ്റ കമ്പൈൻ ചെയ്ത് ഒറ്റ പരിപാടിയായിട്ട് ഓടിക്കുന്നതിനാണ് ഈ ലിങ്ക് ട്രെയിൻ അല്ലെങ്കിൽ സ്ലിപ്പ് ട്രെയിൻ എന്നൊക്കെ പറയുന്നത്. ഈ കോച്ചുകളെ സ്ലിപ്പ് കോച്ച് എന്നും പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ നമ്മൾ ഹുബ്ബള്ളി എത്തും. ഇപ്പോൾ നമ്മൾ കുലം എത്തിയിട്ട് നമ്മുടെ പുറകിൽ ബാങ്കർ ലോക്കേഴ്സ് എടുപ്പിക്കും. കാരണം ബ്രാഗൻസ ഗാർഡ് സെക്ഷനാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. നമ്മുടെ ദൂസാറൊക്കെ ഉള്ളത് ബ്രാഗൻസ ഗാർഡ് സെക്ഷനിലാണ്. അപ്പോൾ ബ്രാഗൻസ ഗാർഡ് സെക്ഷൻ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറകിനെ കുറേ കാണിച്ചിട്ടുണ്ട് ദൂസാർ വഴി പോകുന്നത്. അപ്പോൾ അത് പിടിപ്പിച്ചിട്ട് കാസർഗോഡ് സ്റ്റേഷനിൽ വെച്ച് ദൂരും ബാങ്കർ. ഞാൻ പറഞ്ഞില്ല 2 ഡിവിഷൻ്റെ വണ്ടിയാണ് ഈ ഒരൊറ്റ വണ്ടി, അറിയോ. നമ്മൾ മുന്നിൽ കണ്ട പകുതി ഭാഗം വരെ ഹൈദരാബാദിൻ്റെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരുപ്പതിയുടെയും. അപ്പോൾ ഇതിലെ സ്റ്റാഫ് ഈ അറ്റൻഡർമാരും 2 ഡിവിഷനിലായിരിക്കും. ഇവിടെ നിന്ന് ബെല്ലാരി വരെ 417 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 260 രൂപയാണ് എനിക്ക്. ഇത് എക്സ്പ്രസ് ഫെയർ ആണ് ഈ വണ്ടി കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് അല്ല, എക്സ്പ്രസ് ആണ്. അപ്പോൾ വൈകിട്ട് ഒരു 6:45 ആകുമ്പോൾ ഇത് ബെല്ലാരി എത്തും. അവിടെ നിന്ന് പിന്നെ നമ്മൾ സെക്കൻഡ് എസിൽ കയറും. ഞാൻ ഇപ്പം അടുത്ത 2-3 യാത്രകളിലൊക്കെ അങ്ങനെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ഇതേപോലെ ഡീസൽ ലോക്ക് വെച്ചുള്ള ഗുഡ്സ് നമുക്കിനെ കാണാൻ പറ്റും. കാരണം അത് മാത്രം ഓടുന്ന ഒരു സെക്ഷനാണ് ഈ നമ്മളീ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഡീസൽ മാത്രമേ ഉള്ളൂ. ഈ റൂട്ടിൽ പോകുന്ന വണ്ടികൾക്കെല്ലാം ഇവിടെ സൻവേടം ചർച്ച് എന്നൊരു സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. നമ്മുടെ ഈ വാസ്കോ തിരുപ്പതി എക്സ്പ്രസ് പോകുന്നത് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസിൻ്റെ ടൈം സ്ലോട്ടാണ് കേട്ടോ. ഇത് വീക്ക്ലി വണ്ടിയാണ്, ഫ്രൈഡേ മാത്രമേ ഉള്ളൂ ഈ വണ്ടി കേട്ടോ. തേഴ്സ്ഡേ ഹൈദരാബാദിൽ നിന്ന് ഫ്രൈഡേ വാസ്കോഡ ഗാമയിൽ. ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഈ സംസാരിക്കാൻ പോകുമ്പോൾ കേൾക്കാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത സമയങ്ങളിൽ മാക്സിമം പുറത്തെ സൗണ്ടും കൂടെ കേൾപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ പുറത്തെ ആ ശബ്ദം കൂടെ കേൾക്കണമല്ലോ, എൻ്റെ മാത്രം ശബ്ദം കേട്ടാൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. നമ്മൾ ഈ കേൾക്കാത്ത സന്ദർഭങ്ങളിലൊക്കെ മാത്രമേ ഞാൻ ഈ മൈക്ക് യൂസ് ചെയ്യാറുള്ളൂ.
എക്സ്പ്രസിൻ്റെ റേക്കാണ് ഇവിടെ കലയിൽ നല്ല സ്റ്റേഷൻ അവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഇതിന് നമ്മൾ പോയിട്ടുണ്ട്. ഇത് മറ്റേ മംഗലാപുരം വഴി ഡൈവേർട്ട് ആക്കി ഇട്ടപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ കൊണ്ടിട്ടേക്കും അതിൻ്റെ റേക്ക്. മൂന്നെണ്ണം മുന്നിൽ തന്നെ. ഈ ട്രെയിനിന് ബ്രേക്കറായിട്ട് കൊണ്ടുവന്ന ലോക്കോസ് ആയിരിക്കും കേട്ടോ ഈ മൂന്നെണ്ണം. ഇതായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ ലോക്കോസ് ആണ്. WDT60 ആണ്. കുത്തി ഷെഡിൻ്റെ WDT60 ട്വിൻസ് അതെ. ഡീസൽ ലോക്കോകളിൽ ഏറ്റവും പവറുള്ള സാധനം ഇത്. അടിപൊളി. നമ്മളുള്ളത് തിരുപ്പതി എക്സ്പ്രസിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമ്പറിൽ V ഒന്നുമില്ല കേട്ടോ. B2 എന്നൊക്കെ മാത്രമേ ഉള്ളൂ. മുന്നത്തെ ഹൈദരാബാദ് എക്സ്പ്രസിൻ്റെ ആ ഒരു കോച്ചിൻ്റെ നമ്പറിന് മാത്രമേ ഉള്ളൂ BV വേണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്കർ ലോക്കോസ് WDG4ൻ്റെ ട്രിപ്ലറ്റ് ലോക്കോസാണ് കേട്ടോ. ഹൂബ്ലി ഷെഡിൻ്റെ 3 എണ്ണമുണ്ട് കേട്ടോ. 1, 2, 3 എണ്ണമാണ് നമ്മളെ ഇവിടെ നിന്ന് തള്ളുന്നത്. കാസിൽ റോക്ക് വരെ പോരെ. ഈ 3 ലോക്കം കൂടെ വരുമ്പോൾ വണ്ടിയുടെ നീളം നോക്കി അങ്ങ് വരെ ഉണ്ട് പോരെ. എന്തോ നീളം അതുകൊണ്ടോ എൻ്റെ ദൈവമേ. അയ്യോ അവരെ പിടിപ്പിച്ചോണ്ടിരിക്കുക. നമുക്കിനി വണ്ടി പോയി കയറാം. പിടിപ്പിച്ച ഉടനെ തന്നെ വിടും കേട്ടോ. വണ്ടി ഒരു 40 മിനിറ്റ് അടുപ്പിച്ച് ലേറ്റ് ആവും കേട്ടോ. എന്തായാലും ഹൂബ്ലിയൊക്കെ ആകുമ്പോഴേക്കും ഓൺ ടൈം ആവും. നമ്മുടെ വണ്ടിയിൽ ഇപ്പം മുന്നിലും ബാക്കിലായിട്ട് മൊത്തം 5 ലോക്കം ഉണ്ട് പോരെ. മുന്നിൽ 2 എണ്ണം, പുറകിൽ 3 എണ്ണം ബാങ്കർ പോരെ. മൊത്തം 5 ലോക്കാണ് നമ്മുടെ വണ്ടി ഇപ്പം പവർ കൊടുക്കുന്നത്. ഇപ്പം ഗാഡ്സ് കയറാൻ നേരത്ത് മുന്നത്തെ ലോക്കോ വലിയ റോളില്ല. പുറകിലത്തെ ലോക്കോയാണ് പുറകിൽ തള്ളി കയറ്റുന്നത് കേട്ടോ. മുന്നത്തെ ലോക്കോയും പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ബാക്കിലത്തെ ആ 3 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ള റോള്. ഈ ഗാർഡ് സെക്ഷനിൽ കൂടെ ശരിക്കും ഈ സമയത്ത് വരരുത്. കാരണം ഈ സമയത്ത് ഒട്ടും മങ്ങിയാണത്. കണ്ടല്ലേ ഫുൾ ഉണങ്ങി കിടക്കുന്നത്. ശരിക്കും ഇവിടെ വരേണ്ട സമയം എന്ന് പറയുന്നത് മൺസൂൺ സമയത്താണ്. മൺസൂൺ സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റൂട്ടിൽ കൂടെ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടിപൊളി റൂട്ടാണ്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഉണങ്ങി കിടക്കുക കേട്ടോ. ഫുള്ള് ഉണങ്ങി ഒന്നും കാണാൻ മാത്രമൊന്നുമില്ല. വെള്ളച്ചാട്ടത്തിൽ വെള്ളവും കാണത്തില്ല മിക്കവാറും. നോക്കിയോ. ഇത് വീക്കിലി ആണെങ്കിലും ഇതിന് നല്ല തിരക്ക് വരാറുണ്ട് ചില സമയത്തൊക്കെ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം ഒരു 5-6 സീറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വേക്കൻ്റ്. ഇവിടെ അപ്പുറത്ത് കുറേ പേര് ചീട്ട് കളി അതിൻ്റെ ബഹളമാണ് ഈ കേൾക്കുന്നത് കേട്ടോ. മൈക്ക് വെച്ചിട്ട് മോഡാകുന്നത്. വീക്കിലി ആണെങ്കിലും നല്ല ഡിമാൻഡുണ്ട് ഈ വണ്ടിക്ക്. ചില സമയങ്ങളിലാണ് ഇത് കാലിടിച്ച് പോകുന്നത്. എന്നാൽ ഇതിന് AC ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ലീപ്പർ ഫുള്ളായിരിക്കും മിക്കപ്പോഴും. AC മിക്കപ്പോഴും ടിക്കറ്റ് കാണാറുണ്ട് പല സമയത്തും. നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്തത് സൊനോളിയിൽ നിന്നൊരു ക്രോസിംഗ് സ്റ്റേഷനാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്തത്. നമ്മളിനി അടുത്തത് ദൂദ്സാറാണ്. ദൂദ്സാർ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ട വെള്ളമൊന്നുമില്ല. അതൊക്കെ ഒട്ടുമില്ല വെള്ളം. നമ്മളങ്ങനെ ദൂദ്സാറ് മൺസൂണിലും കണ്ടു, അല്ലാത്ത സമയത്തും കണ്ടു പോരെ. ഒട്ടും വെള്ളമില്ല കേട്ടോ. ഒട്ടും വെള്ളമില്ല കേട്ടോ. ഫോൾസിൽ തീരെ വെള്ളമില്ല. അപ്പോൾ ഈ വഴി കൂടെ നിങ്ങൾ മൺസൂണിൽ മാത്രമേ വരാവൂ. അല്ലാത്ത സമയത്ത് വരരുത്. നമ്മളെന്തായാലും 2 സീസണിൽ കൂടെയും ഈ വഴി കവർ ചെയ്ത് കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ദൂദ്സാഗർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇതാണ് ദൂദ്സാഗർ സ്റ്റേഷൻ. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെ എന്തോ ക്രോസിങ്ങിൻ്റെ ഭാഗമായിട്ട് നിർത്തിയാണ്. അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ടോ. ഈ മല ഇറങ്ങി വരുന്ന വണ്ടികളൊക്കെ ഇവിടെ ചവിട്ടും. കയറിപ്പോകുന്നതൊക്കെ ചവിട്ടുന്ന കുറവാണ്.
മല ഇറങ്ങി വരുന്ന ചവിട്ട്. ഇവിടെ എന്തോ ബ്രേക്ക് ടെസ്റ്റോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ട്. ഈ കിടക്കുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ്. അപ്പോൾ അതിന് എത്ര ലോക്കം ഉണ്ടെന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ മുന്നിൽ കിടക്കുന്ന ഒരു WDG4 ആണ്. 1 അത് ഈ പണിക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നോക്കിയേ 2 3 4 WDG60 ആണോ, 60 ടിൻസ് ആണ് കേട്ടോ. 5 മൊത്തത്തിൽ 5 ലോക്കാണ് കേട്ടാ. അടിപൊളിയല്ലേ. ആ പണിക്കാരൊക്കെ ഇവിടെ ഗാർഡ്സിൽ പണിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് താഴെ പോകാൻ വേണ്ടി ഗുഡ്സ് മാത്രമല്ലേ ഉള്ളൂ. പാസഞ്ചർ ട്രെയിൻസ് ഒക്കെ ഇപ്പോൾ കുറവല്ലേ പകലൊക്കെ. അപ്പം അതുകൊണ്ടാണ് അവർ ആ ലോക്കോയിൽ കയറിയിരിക്കുന്നത്. ഈ ഇറങ്ങിപ്പോകുന്ന വണ്ടികളിൽ പുറകിൽ ലോക്ക് കാണത്തില്ല കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. ഇറങ്ങിപ്പോകുന്നതിന് പുറകിൽ ലോക്കമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ ട്രെയിനിൽ ഗാർഡ് സെക്ഷനിൽ കൂടെ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നല്ല രസമല്ലേ ഈ വണ്ടി. അതായത് നമ്മൾ പോകുന്ന ഈ വാസ്കോ ഡ ഗാമ തിരുപ്പതി എത്തുന്നത് 3:30-ക്കാണ്. വെളുപ്പിന് 3:30-ക്ക് ഇത് തിരുപ്പതി എത്തും. നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മൾ ഹൈദരാബാദ് പോകുന്ന വണ്ടിയാണെങ്കിൽ ഹൈദരാബാദ് എത്തുന്നത് വെളുപ്പിന് 4:45-നാണ് പോരെ. അത്രയ്ക്ക് അത് നല്ല ടൈം കൊടുത്തിട്ടുണ്ട്. നല്ല സ്ലാക്ക് ടൈമാണ്. രാത്രി മൊത്തം സ്ലാക്ക് ടൈമാണ്. 2 സ്റ്റേഷൻ തമ്മിൽ 1.5 മണിക്കൂറൊക്കെയാണ് സ്ലാക്ക് ടൈം കൊടുത്തിരിക്കുന്നത് പോലെ. നല്ല ടൈം ഇവരെ കൊടുത്തിട്ടുണ്ട്. രാവിലെ എത്തിച്ചാൽ മതി എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് അവരങ്ങനെ കൊടുക്കുന്നത് മെയിനായിട്ട്, വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ കരൻസോളിൽ നിന്നൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാസൽ റോക്കിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേഷനാണിത്. നമ്മളങ്ങനെ മല കയറി കർണാടക സംസ്ഥാനത്തിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:30 രാവിലെ. അരമണിക്കൂർ ലേറ്റേ ഉള്ളൂ കേട്ടോ. കാസൽ റോക്ക് എത്തി നമ്മൾ. കാസൽ റോക്കാണ് ഈ ഒരു ഗാർഡ് സെക്ഷൻ്റെ ടോപ്പ് കേട്ടോ. എന്തോരം ഡീസലൊക്കെ കിടക്കണം. ഇതിപ്പോൾ താണ്ട് ഈ മല ഇറങ്ങിപ്പോകാൻ വേണ്ടി റെഡിയായി കിടക്കുന്ന ഒരു ഗുഡ്സാണ് കേട്ടോ. അതിൻ്റെ ഒരു WDG4 ട്രിപ്ലറ്റ്സും പിന്നെ അതിൻ്റെ WDG60 ട്വിൻസും കണ്ടാ. ഇതിപ്പോൾ ഇറങ്ങിപ്പോവും. എന്തോരം ലോക്കമല്ലേ. ചറപറ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ ലോക്കോസാണ് ഡീസൽ. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ പുറകിലുള്ള ബാങ്കർ ലോക്കോസ് ഊരിയിട്ട് ആ മുന്നിലത്തെ WDP40 ട്വിൻസുമായിട്ടാണ് നമ്മളിനി പോകുന്നത്. ഇപ്പോൾ നോക്ക് എന്ത് ഉണങ്ങി കിടക്കുമെന്നുണ്ട്. നോക്ക് ഭയങ്കര വെയിലാണ്. ഈ മൺസൂൺ സമയത്ത് ഈ സ്റ്റേഷനൊക്കെ ഒരു രക്ഷയില്ല. കിട്ടിൻ്റെ ഭംഗിയാണ്. നല്ല കോടയൊക്കെ വരുന്ന സമയം കേട്ടോ. മൺസൂൺ സമയത്ത് നല്ല ഫുള്ള് കോടയായിരിക്കും. ചെറിയ ഡ്രിസ്ലിങ് മഴയും കോടയൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് മൺസൂൺ സമയത്ത്. ഇപ്പോൾ നോക്കി ഇപ്പോൾ ഭയങ്കര വെയിൽ. കരിഞ്ഞ് ഒരു പച്ചപ്പ് പോലും ഇല്ലല്ലോ. ഇവിടെ അധികം നേരം ഒന്നും നിർത്തിയെടുത്തില്ല. പുറകിലത്തെ ആ ബാങ്കറിലൊക്കെ ഊരിയാൽ നമ്മുടെ വണ്ടി അപ്പം തന്നെ എടുക്കും കേട്ടോ. ആൾക്കാർ കയറുന്നതൊക്കെ ഭയങ്കര കുറവായിരിക്കും. കാരണം ഇത് ഈ മെയിനായിട്ട് ഈ ഗുഡ്സിൻ്റെ ഒരു സ്റ്റേഷനാണ്. ഇവിടെ ആൾ കയറുന്നതൊക്കെ ഭയങ്കര കുറവാണ്. നോണ്ട എത്താറായപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് എല്ലാവരും ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഗോവയിൽ വരുന്ന കണ്ടില്ല. അപ്പോൾ കള്ളുകുപ്പി കൊണ്ടുവന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ എൻ്റെയും ചെക്ക് ചെയ്തു. അവർ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ അവരോട് സഹകരിക്കണം. അല്ലാണ്ട് നമ്മൾ ചോദ്യം ചെയ്യാമെന്ന് പോലെ. ചോദ്യം ചെയ്യാൻ പോയാൽ പടി കിട്ടും. അപ്പോൾ ബാഗ് തുറന്ന് കാണിക്കുക, വേറെ ഒന്നും അവർ ചോദിക്കത്തൊന്നുമില്ല. ഈ ഗോവയിൽ നിന്ന് വിടുന്ന വണ്ടികളെല്ലാം ഇവർ ചെക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ അങ്ങോട്ടാണെങ്കിൽ കാർവാറൊക്കെ ആകുമ്പോഴേക്കും പോലീസുകാരൊന്ന് നോക്കും, സംശയം ഉള്ള ആൾക്കാരുടെ അല്ല. 20 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ ഹൈദരാബാദ് തിരുപ്പതി എക്സ്പ്രസ് അങ്ങനെ ഇവിടെ ലോണ്ട ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ കിടക്കുന്ന റൂട്ടാണ്. ഇനി ഇവിടെ നിന്നൊരു 2 മണിക്കൂർ വേണ്ട, പക്ഷേ 2 മണിക്കൂർ കൊടുത്തിട്ടുണ്ട് ടൈം ഹൂബ്ലി എത്താൻ വേണ്ടിയിട്ട്. 100 താഴെ കിലോമീറ്ററേ ഉള്ളൂ. വേഗം എടുക്കുന്നുണ്ട് വണ്ടി. ഇവിടെ വന്ന് ഒരു 2 മിനിറ്റ് കണ്ടിട്ടുള്ളൂ, അപ്പം തന്നെ എടുത്ത്. നമ്മുടെ വണ്ടി പോകുന്നത് ഇവിടെ നിന്ന് ഹൂബ്ലി ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഹൊസ്പേട്ട് റൂട്ടിൽ പോകും. മറ്റേ ഹംപിക്ക് അടുത്തുള്ള ഹൊസ്പേറ്റിൽ നമ്മൾ പലവണ അതിലേക്കൂടെ പോയിട്ടുണ്ട്.
അപ്പോൾ ഹൊസ്പേട്ട് വഴി നമ്മൾ ബെല്ലാരി ചെല്ലും. ബെല്ലാരി ചെന്നിട്ട് ഞാൻ സെക്കൻഡ് എ സിയിൽ കയറും. എനിക്ക് ബെല്ലാരി വരെ സ്ലീപ്പറിലാണ് ടിക്കറ്റ് ഉള്ളത്. ബെല്ലാരിയിൽ നിന്ന് സെക്കൻഡ് എ സി കയറിയിട്ട് രാത്രി ഒരു 7:30-8 മണിയാകുമ്പോൾ നമ്മൾ ഗുണ്ടക്കലെത്തും. അപ്പോൾ ഗുണ്ടക്കൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഗുണ്ടക്കൽ നമ്മൾ കർണൂൽ വഴിയാണ് നമ്മൾ ഹൈദരാബാദ് പോകുന്നത്. അപ്പോൾ നല്ല ടൈം കൊടുത്തിട്ടുണ്ട്. അത്രയും ടൈമൊന്നും വേണ്ട, ആഞ്ഞു പിടിച്ച് ഇന്ന് രാത്രി എത്തിക്കാത്തതുള്ളൂ. പക്ഷേ ഇവർ സ്ലാക്ക് ടൈം ഒരുപാട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുറേ ആൾക്കാർ ഇവർ ചീട്ടുകളി ഭയങ്കര ബഹളമാണ് കിടന്നിട്ട്. ഒരു മാനേഴ്സും ഇല്ലാത്ത കച്ചറ ആൾക്കാരാണ് കേട്ടോ. ഗോവയെങ്ങാണ്ടുള്ള ആൾക്കാരാണ്. ഒരു മാനേഴ്സും ഇല്ല. എങ്ങനെയാണ് ഒരു ട്രെയിനിൽ കയറി ബിഹേവ് ചെയ്യണമെന്നുള്ളൊരു ഒരു മര്യാദ ഇല്ലാത്ത ആൾക്കാരാണ്. ഭയങ്കര ബഹളമാണ് കിടന്ന്. എൻ്റെ കൂട്ടത്തിലൊരു പെണ്ണുണ്ട്. ആ പെണ്ണാണ് ഏറ്റവും വലിയ കച്ചറ ഉള്ള കാര്യം പറയാം. ഞാൻ കാണിക്കുന്നൊന്നുമില്ല. ഒരു മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാർ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കർണാടകത്തിൽ മൺസൂൺ അല്ലാത്ത സമയത്ത് നോക്കുക ഫുള്ള് ഉണങ്ങി കിടക്കുകയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. പക്ഷേ ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് നമുക്ക് അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഈ ഹൂബ്ലി, ബാംഗ്ലൂരെല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് നമുക്ക് ചൂട് ദേഹത്ത് അടിക്കുമെങ്കിലും വേർക്കത്തില്ല. അതാണൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രാത്രി തണുപ്പ് കേട്ടോ. രാത്രി ഇന്നലെ ഞാൻ ഗോവയിലുണ്ടായിരുന്നപ്പോൾ രാത്രി 16 വരെ തണുപ്പുണ്ടായിരുന്നു. അയ്യോ, വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ജാനുവരി 16 മുതലായിരുന്നു നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് മംഗലാപുരം മെയിൽ ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ്, ചെന്നൈ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ഒക്കെ LSP ആവുന്നത്. അതിൻ്റെ ഡേറ്റ് ഒക്കെ മാറ്റി ഞാനത് മറ്റേ റെയിൽ ഫാൻസ് ഓഫ് കേരള ചാനലിലിട്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റയിലിട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു വീഡിയോയിൽ. ഇപ്പോൾ ഡേറ്റ് മാറ്റി പുതിയ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഫെബ്രുവരി 1 ഫെബ്രുവരി 1 വെസ്റ്റ് കോസ്റ്റിലെ ഫസ്റ്റ് LSP റണ്ണാണ്. അപ്പോൾ അതിന് ഞാനുണ്ടാവും. മറ്റേത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റ് കോസ്റ്റിന് പോയിട്ട് തിരിച്ചു വരുന്ന ചെന്നൈ ആലപ്പുഴയ്ക്കാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ടിക്കറ്റ് കിട്ടിയത്. നേരത്തെ ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്, അതാണ് ട്രെയിൻ പയ്യെ പോകുന്നത്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മൾ ഈ ട്രിപ്പിൽ ഇനി ഇപ്പം ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്ന് ചെന്നൈ പോകും. ചെന്നൈ പോകുന്നത് ചാർമിനാർ എക്സ്പ്രസ് എന്നൊരു വണ്ടിയാണ്, അതിനാണ് പോകുന്നത്. എന്നിട്ട് ചെന്നൈ പോയിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത് അനന്തപുരി എക്സ്പ്രസ്സിനാണ്. ഞാൻ ആ വണ്ടിക്ക് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അനന്തപുരി എക്സ്പ്രസ്സിനാണ് നമ്മൾ ഇനി നാട്ടിലേക്ക് പോകുന്നത്. അനന്തപുരി എക്സ്പ്രസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യും. നമ്മുടെ വണ്ടി ഇതുകൊണ്ട് അല്ലവാർ ജംഗ്ഷൻ എന്നൊരു ജംഗ്ഷനിലെത്തി. അപ്പം അല്ലവാർ കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടെ പോയാൽ ധാർവാഡ് എത്തും. അത് കഴിഞ്ഞ് ഹൂബ്ലി. ഇത് വലിയ വണ്ടി തിരക്കൊന്നും ഇല്ലാത്ത റൂട്ടാണ്. ആകെ രാവിലെ രാത്രിയാണ് കൂടുതൽ വണ്ടികളുള്ളത്. പിന്നെ പകലൊക്കെ ഗുഡ്സാണ്. പകലൊക്കെ വളരെ കുറേ വണ്ടികൾ മാത്രമല്ല. അതുകൊണ്ട് ഇതിങ്ങനെ വിട്ട് പൊക്കോളും. ഓൺ ടൈം ആയിരിക്കും എപ്പോഴും. ഇപ്പം നിങ്ങൾ കണ്ടത് ഹൂബ്ലി കൊല്ലം ശബരിമല സ്പെഷ്യലിൻ്റെ റേക്കാണ് കേട്ടോ. അത് ധാർവാഡിന് മുമ്പുള്ള ഒരു സ്റ്റേഷനിൽ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഹൂബ്ലിയിൽ നിന്ന് കൊല്ലം, പിന്നെ പല ഭാഗത്തുനിന്നും ശബരിമല സ്പെഷ്യലുണ്ട്. നമ്മുടെ ഈ ട്രിപ്പ് കഴിഞ്ഞുള്ള അടുത്ത യാത്ര ഒരു ശബരിമല സ്പെഷ്യൽ ട്രെയിനിലാണ്. 2 എണ്ണം ഉണ്ട്. ഒന്നും കൊല്ലം നാന്ദേതും പിന്നെ ചർളപ്പള്ളി കൊല്ലവും. 5 മിനിറ്റ് ലേറ്റായിട്ട് 1:25 നമ്മളങ്ങനെ ഹൂബ്ലിക്ക് അടുത്തുള്ള ധാർവാഡ് എത്തിയിരിക്കുകയാണ്. ധാർവാഡ് പേട എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ധാർവാഡ് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ശകലമേ ഉള്ളൂ ഹൂബ്ലി എത്താൻ വേണ്ടിയിട്ട്. സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ എത്തുമായിരിക്കും. ഇനി എവിടെയെങ്കിലും പിടിച്ചിട്ട് അല്പം ഓൺ ടൈമിന് എത്തുകയായിരിക്കും. അതെല്ലാം നല്ല വൃത്തിയുള്ള സ്റ്റേഷൻ കേട്ടോ. എല്ലാം ഇതുപോലെ നല്ല വൃത്തിയാണ്. എടുത്ത് പറയേണ്ട കാര്യം തന്നെ കേട്ടോ. എല്ലായിടത്തും ഈ ധാർവാഡ് സ്റ്റേഷനൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുള്ള സ്റ്റേഷനാണ്. നമ്മളങ്ങനെ SSS ഹുബ്ബള്ളി ജംഗ്ഷൻ്റെ ഔട്ടറിൽ വന്നിരിക്കുകയാണ്. ഹൂബ്ലിയിൽ ഏതോ ഒരു റോഡാണ് കിടന്നത്. കാർവാർ പോകുന്ന ഡയറക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഔട്ടറിൽ ഇവിടെ ഒതുക്കുവാന്ന് തോന്നുന്നു. കാരണം ഒത്തിരി നേരത്തെ ഇല്ല, അതുമല്ല പ്ലാറ്റ്ഫോം ഫ്രീ ആവണ്ടേ. മന്ദം നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്രസ്സിനെ എങ്ങനെ ഇവർ ഹൂബ്ലിയിലേക്ക് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൂബ്ലി സിറ്റി ഇങ്ങനെ കാണാൻ സൈഡിൽ. പ്ലാറ്റ്ഫോം 1 തോന്നുന്നു നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്രസ്സിനെ ഒരു കയറ്റുന്നത്. കാരണം ഇങ്ങനെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ, പ്ലാറ്റ്ഫോം 1 തന്നെ ആയിരിക്കും. നമ്മുടെ വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോമാണത്. അതിവിടെയാണ് SSS ഹുബ്ബള്ളി സ്റ്റേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ വണ്ടി കയറുന്നതും കേട്ടോ.
ഇവിടെ എല്ലായിടത്തും ഇതേപോലെ ഇവർ മാനുവലി അനൗൺസ് ചെയ്യും. അതായത് വണ്ടിയുടെ ഇന്ന ഭാഗം, അതായത് തിരുപ്പതി ഭാഗം ഇന്ന സൈഡിലാണ്, പിന്നെ ഹൈദരാബാദ് ഭാഗം ഇന്ന സൈഡിലാണെന്നൊക്കെ പറഞ്ഞ് അവർ സ്പെഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തെങ്കിലും വലിയ കാര്യമാണ്. അപ്പോൾ ഇതാണ് വേൾഡ്സ് ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം കേട്ടോ. അവിടെ നമ്മൾ കയറിയിരിക്കുകയാണ്. നമ്മുടെ ഹൂബ്ലി സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മൾ 1:50 കയറിയാണ്. 2:15 ഇതിൻ്റെ ഡിപ്പാർച്ചർ ടൈം. അപ്പോൾ ഇനി 2:15 വിടത്തുള്ളൂ കേട്ടോ. ഇവിടെ ഉച്ചയ്ക്കാണെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ. അതെന്തായാലും വലിയ കാര്യമാണ്. ഹൂബ്ലിയിൽ നിന്ന് ഭക്ഷണം മേടിക്കാനൊക്കെ പറ്റും. സ്റ്റേഷനിൽ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. അല്ലാതെ നമുക്ക് സൊമാറ്റോ വഴി സ്വിഗ്ഗി വഴി ഭക്ഷണം മേടിക്കാം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചായിരുന്നു. ഇതാണ് ബിരിയാണി. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചാണ്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്രസ് ഒരു 7 മിനിറ്റ് ലേറ്റ് ആയിട്ട് 2:22 ഹൂബ്ലിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ആ ലോക്കോ ആട്ടോ നിങ്ങൾ. അത് ഇവിടെ ഈ കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു ലോക്കോ ആണ്. നമ്മ കർണാടക അങ്ങനെ എന്തോ പറഞ്ഞൊരു ലിവറി ഉള്ളൊരു സാധനമാണ്. ഒരു കിലോമീറ്ററിലധികം നീളമുള്ളൊരു വലിയ പ്ലാറ്റ്ഫോമാണിത് കേട്ടോ. നമ്മുടെ ഈ വേൾഡ്സ് ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം ഈ ഹൂബ്ലി സ്റ്റേഷനിൽ നമുക്ക് ആ കിടക്കുന്നത് നമ്മുടെ ഹൂബ്ലി കൊച്ചുവേളി എക്സ്പ്രസിൻ്റെ ലൈക്കാണ്. അന്ന് ഞാൻ ഈ വണ്ടിയിൽ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഈ സെയിം കിടപ്പ്, ഈ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ആ വണ്ടി കിടന്നത് കേട്ടോ. അതായി കൊള്ളാം. ഇത് വൈകിട്ട് ഇവിടുന്ന് ഹൂബ്ലിയിൽ നിന്ന് വിടുന്ന ദാദർ എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത് കേട്ടോ. ഇതൊരു കിടിലൻ വണ്ടിയാണ്. ചെറിയ വണ്ടിയാണ്, പക്ഷേ വേഗം പോകുന്ന നല്ല ടൈം കുറച്ച് നല്ല പെട്ടെന്ന് മുമ്പേ എത്തുന്ന ഒരു വണ്ടിയാണ് ഈ ഹൂബ്ലിയിൽ നിന്ന് ഈ വണ്ടി കേട്ടോ. ICF വണ്ടിയാണ്, പഴയ കോച്ചുകളാണെല്ലാം, പക്ഷേ കിടിലൻ വണ്ടിയാണ്. നമ്മൾ ഈ നേരെ പോകുന്ന ട്രാക്കാണ് നമ്മൾ പോകുന്ന ഗഡഗ് ഹോസ്പിറ്റൽ റൂട്ട് കേട്ടോ. നേരെ ഗുണ്ടക്കിൽ ഭാഗത്തേക്ക് പോകുന്ന റൂട്ട്. ഈ റൈറ്റ് കിടക്കുന്ന ട്രാക്കാണ് നേരെ ബാംഗ്ലൂർ പോകുന്ന ലൈൻ, അതായത് അർസിഗേര വഴി ബാംഗ്ലൂർ പോകുന്ന ലൈൻ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെയാണ് പോകുന്നത്. നമ്മൾ കുറേ തവണ ഈ റൂട്ടിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് വിജയപുരം പോയിട്ട് തിരിച്ചു വരാൻ്റെ ഈ വഴിയാണ് വന്നത്. പിന്നെ മറ്റേ അന്ന് ഇവിടെ പോയില്ലേ, സിന്ധനൂർ പോയിട്ട് വരാൻ നേരത്ത്, അങ്ങനെ കുറേ തവണ ഈ വഴി പോയിട്ടുണ്ട്. നല്ല റൂട്ടാണ്, വിജനമാണ്. കൂടുതലും ഗുഡ്സ് ട്രെയിൻ മാത്രമുള്ള റൂട്ടാണ് കേട്ടോ. ഗുഡ്സ് ട്രെയിൻസ്, പാസഞ്ചർ ട്രെയിനൊക്കെ വളരെ കുറവാണ്. ഗുഡ്സാണ് കൂടുതലും, ഇഷ്ടം പോലെ ഗുഡ്സ് ഉണ്ട്. ഇതെല്ലാം മറ്റേ തൊർണഗല്ലൂർ എന്ന അവിടെ ഒരു സംഭവമുണ്ട് ഈ ഗുഡ്സിൻ്റെ, അങ്ങോട്ടേക്ക് പോകുന്ന ഗുഡ്സാണ് എല്ലാം. ബിരിയാണി കഴിച്ചു, നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ബിരിയാണി കഴിച്ചപ്പോഴേക്കും വയറങ്ങ് ഫുള്ളായിപ്പോയി കേട്ടോ. നല്ല കാറ്റാണ്. ഹൂബ്ലിയൊക്കെ ആയപ്പോഴേക്കും ചൂടൊന്ന് കുറഞ്ഞു കേട്ടോ. ഇത്ര നേരം നല്ല ചൂടായിരുന്നു. ഹൂബ്ലിയൊക്കെ ആയപ്പോൾ ചൂടൊന്ന് ഒതുങ്ങി. നമ്മളങ്ങനെ ഗഡഗ് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് വരുന്ന വണ്ടി കണ്ടോ, അത് ഹൊസ്പേട്ടിൽ നിന്ന് മുംബൈ CSMTക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. അതിൻ്റെ ആ ഒരു കോച്ചൊക്കെ ഉണ്ട്, അത് പണ്ടത്തെ ഡെക്കാൻ ക്വീൻ തന്നെ ആ ഒരു വണ്ടിയുടെ കോച്ച കേട്ടോ. എനിക്ക് പഴയ കോച്ചല്ല. ഈ ചീനയും വെച്ച് കിടക്കുന്ന വണ്ടി ഹൂബ്ലിയിൽ സോലാപൂർ വന്ന പാസഞ്ചറാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഈ കണ്ട 2 വണ്ടി കുറച്ചാൾ മുമ്പ് പറഞ്ഞ ഡീസലായിരുന്നു, ഇപ്പം എല്ലാം ഇലക്ട്രിക് ആയി കേട്ടോ. സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ കണ്ടോ, എന്ത് അടിപൊളിയല്ലേ നോക്കി. നല്ല വൃത്തിയുണ്ട് ഇവിടെ കേട്ടോ. ഇവിടെയൊക്കെ നല്ല കാറ്റുള്ള ഏരിയ ആയതുകൊണ്ടേ കുറേ കാറ്റാടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കി വേണ്ട, ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. നോക്കിയേ, സ്റ്റേഷനിൽ എന്തിനോ ചവിട്ടി എന്തെന്ന് അറിയത്തില്ല. നമുക്ക് വേണ്ട, കാറ്റാടി ഉണ്ടാ. മെഷീൻ കേട്ടോ, ട്രാക്കിൽ എന്തോ ഒരു പണി ചെയ്യുകയാണ് ആ സാധനം കേട്ടോ. അതാണ് ശബ്ദം കിട്ടുന്നത്. ശബ്ദം നോക്കിയേ.
നമ്മുടെ ഈ വാസ്കോഡഗാമ ഹൈദരാബാദ് എക്സ്പ്രസ്സിൻ്റെ സെയിം ടൈം സ്ലോട്ടിലുള്ള സെയിം ഡെസ്റ്റിനേഷനുള്ള വേറെ ഒരു വണ്ടി കൂടെ ഉണ്ട്. അത് വാസ്കോഡഗാമ സെക്കന്ദരാബാദ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. സെയിം റൂട്ട് സെയിം ടൈം. അത് പക്ഷേ ആഴ്ച 2 ദിവസമുണ്ട്. വ്യാഴാഴ്ചയുണ്ട്, പിന്നെ ശനിയാഴ്ച ഉണ്ട് വാസ്കോഡഗാമയിൽ. അത് ബുധനാഴ്ച സെക്കന്ദരാബാദിൽ നിന്ന് എടുക്കുന്നതാണത്. അത് വ്യാഴാഴ്ച വെളുപ്പിനെ ഇതേപോലെ വാസ്കോഡഗാമയിലെത്തും. ഇത് ഈ സെയിം ടൈം സ്ലോട്ട് തന്നെ. പക്ഷേ ആ വണ്ടി ആഴ്ച 2 ദിവസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി കൂടെ ഉണ്ട്. ആ വണ്ടി തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ, അധികം നാളൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി കൂടെ ഉണ്ട്. അത് LHP ആണ് കേട്ടോ. സെക്കന്ദരാബാദ് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടി, സെക്കന്ദരാബാദ് വാസ്കോഡഗാമ. അപ്പോൾ ഈ 2 വണ്ടി കൂടാതെ തന്നെ ഡയറക്റ്റ് വേറൊരു വണ്ടി കൂടെ ഉണ്ട് ഗോവയിൽ നിന്ന് ഹൈദരാബാദിലേക്ക്. അത് വാസ്കോഡഗാമയിൽ ജസിഡീൻ എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ഉണ്ട്. നമ്മളങ്ങനെ കൊപ്പാലിൽ എന്നൊരു സ്ഥലം എത്തിയിരിക്കുകയാണ്. ഹൊസ്പേട്ടിലൊക്കെ മുമ്പായിട്ടുള്ളൊരു സ്ഥലമാണ് കൊപ്പാൽ കേട്ടോ. അത്യാവശ്യം മെയിൻ ഒരു ടൗണാണ് ഇവിടുത്തെ. നമ്മൾ ഈ വന്ന എല്ലാം സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹൂബ്ലി ഡിവിഷനിലാണ്. നമ്മൾ ഇതിനായിട്ടും ഡിവിഷനോ സോണോ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഇത് തന്നെയാണ്. നമ്മൾ മഡ്ഗാവ് കഴിഞ്ഞ് ഇങ്ങോട്ടെല്ലാം ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹൂബ്ലി ഡിവിഷനാണ്. നമ്മളിപ്പോൾ ഗിനിഗേര ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മളൊന്ന് സിന്ധനൂർ പോയില്ലേ? അപ്പോൾ സിന്ധനൂർ പോയപ്പോൾ സിന്ധനൂർക്കുള്ള ലൈൻ തിരിയുന്നത് ഈ ഗിനിഗേര എന്നൊരു സ്റ്റേഷനിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ആ ഒരു റൂട്ട് പോകുന്നത്. ആ സിന്ധനൂർക്ക് പോകുന്ന ലൈനാണെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ ഒന്നും ആയിട്ട് പോലില്ല. ഒന്നും പോസ്റ്റോ ലൈനോ ഒന്നുമില്ല കേട്ടോ. ഫുള്ള് ഡീസൽ സെക്ഷനാണ്. അപ്പോൾ സിന്ധനൂർ പോയ ആ യാത്രയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കണേ. അടിപൊളി റൂട്ടും കൂടെ അത്. നമ്മളിപ്പോൾ ഹൊസ്പേട്ട് ജംഗ്ഷൻ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ നിങ്ങൾക്ക് വലത്തോട്ടൊക്കെ പോകുന്ന കാണാം. ഈ ലൈനാണ് മറ്റേ തുംഗഭദ്ര ഡാം വഴി ഹരിഹർ പോകുന്ന ലൈനുണ്ട്. ആ ലൈനാണിത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗുഡ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ. ഈ ഹരിഹറിന് ഹൊസ്പേട്ടിലേക്ക് ഒരു പാസഞ്ചർ ഉണ്ട്. ഞാൻ കുറേ നാളായി ആ വണ്ടിയുടെ വീഡിയോ ചേർന്ന് വെച്ചിരിക്കുകയാണ്. നല്ല ഒരു സീനിക് റൂട്ടാണ് ഈ ഹരിഹർ ഹൊസ്പേട്ട് റൂട്ട്. നമ്മുടെ ഹംപി ഉണ്ടല്ലോ, ഹംപിക്ക് അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷനും കൂടെയാണ് ഈ ഹൊസ്പേട്ട് ജംഗ്ഷൻ. അപ്പോൾ ഹംപി പോകേണ്ടവർക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു അരമണിക്കൂർ ദൂരമുള്ളൂ കേട്ടോ. എൻ്റെ ഇവിടുന്ന് ഹൊസ്പേട്ടിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട ഹൊസ്പേട്ട് ഹരിഹർ പാസഞ്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ആ റൂട്ടിൽ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയാണ് കാണുന്നതാ ഹൊസ്പേട്ട് ഹരിഹർ പാസഞ്ചർ. ഇത് രാത്രി 10:15 എന്താണ് ഹരിഹർ എത്തുന്നത് പോലെ. ഇവിടെ നിന്ന് എങ്ങാണ്ട് 176 കിലോമീറ്റർ ഉണ്ട്, പക്ഷെ നല്ല ടൈം എടുക്കും. സിംഗിൾ ലൈനാണ്. ഈ ഹൊസ്പേട്ട് എന്ന് പറയുന്നത് ആകെ 3 പ്ലാറ്റ്ഫോം മാത്രമുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ്. പച്ചവട ഗുഡ്സ് ഇടാൻ വേണ്ടി കുറേ ലൈനുണ്ട്. പിന്നെ വാഗൺ റിപ്പയർ വർക്ക്ഷോപ്പ് അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ ലോക്കോസ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഗുഡ്സിൻ്റെ ലോക്കോസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഡീസലാണ്. അപ്പോൾ ഈ ഡീസലിൻ്റെ റീഫ്യൂലിംഗ് പോയിൻറ്റും കൂടാണിത്. ഞാൻ അന്ന് ഹംപി വന്നപ്പോൾ ഇവിടെ കുറേ നേരം ഇരുന്നപ്പോൾ കണ്ടാണ്. അതായത് എല്ലാ ഗുഡ്സിൻ്റെയും ആ ഫ്രണ്ടിൽ അവിടെ ആയിട്ട് മറ്റേ ഫ്യൂവല് പമ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എണ്ണ അടിച്ച് ഫുള്ളാക്കും. നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കുന്നതെന്ന് അറിയത്തില്ല, ക്രൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ വണ്ടി ഇവിടെ എത്തിയിട്ട് ഒരു 5-10 മിനിറ്റായി, വണ്ടി എടുത്തിട്ടില്ല. ഇനി എണ്ണ അടിക്കണമെന്ന് അറിയത്തില്ല. ഏറ്റവും ഫ്രണ്ടിലാണ്, പോയി നോക്കണം അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഹൊസ്പേട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ബെല്ലാരിയാണ് അടുത്ത മെയിൻ സ്റ്റോപ്പ്. അവിടെ നമുക്ക് കോച്ച് മാറിയിട്ട് നമുക്ക് ഹൈദരാബാദ് എക്സ്പ്രസ്സിൽ പോയി കയറാം. നമ്മളിപ്പം നിൽക്കുന്നത് തിരുപ്പതി എക്സ്പ്രസ്സിലാണ്. ഇതിൻ്റെ മുൻഭാഗം ഹൈദരാബാദ് എക്സ്പ്രസ് ആണ്. ഈ കയറിയില്ലേ നമ്മൾ നേരെ തിരുപ്പതി പോയി ഇറങ്ങേണ്ടി വരും. അപ്പോൾ അത് ബെല്ലാരി നിന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേഷനിൽ എവിടെ നോക്കിയാൽ ഇതേപോലെ ഈ ഗുഡ്സ് ലോക്ക് മാത്രമല്ല. ഇത് കണ്ടോ, WDG40, WDG4 അങ്ങേ അറ്റത്ത് കുറേ കിടപ്പുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വല്ല സമ്മേളനമാണെന്ന് തോന്നുന്നു. എന്തോരമാണെന്ന് എനിക്ക് അവിടെ അങ്ങ് ഇഷ്ടംപോലെ ഞാൻ വരുന്ന വഴി കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനിവിടെ റീഫ്യൂലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ വണ്ടി ഇവിടെ എത്തിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, വണ്ടി ഇതായിട്ട് എടുത്തിട്ടില്ല. വേറെ വണ്ടി അങ്ങനെ ഓവർടേക്ക് അടിക്കാൻ മാത്രം ഇവിടെ വണ്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ റീഫ്യൂലിംഗ് എന്തെങ്കിലും കാണും. എന്നെ അടിച്ചുകൊണ്ടിരിക്കുക, കാരണം വണ്ടി ഇടാത്തത്. ഇവിടെ ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് 5:15, അതായത് അരമണിക്കൂർ ലേറ്റായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൊർണഗല്ലൂർ എന്ന സ്ഥലത്താണ്. തൊർണഗല്ലൂർ അത് കഴിഞ്ഞാൽ പിന്നെ ബെല്ലാരി.
എന്തോ കനാലാന്ന് തോന്നുന്നുണ്ടോ, നല്ല പച്ച വെള്ളം തൂക്കി, ഫ്രഷ് വെള്ളം കണ്ടിട്ട്. സൺസെറ്റ് കാണാൻ എന്ത് ഭംഗിയല്ലേ, അടിപൊളി, ക്ലിയർ ആയിട്ട് കാണാൻ സൂപ്പർ അല്ലേ. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തൊർണഗല്ലൂർ എന്നൊരു ഇൻഡസ്ട്രിയൽ ടൗൺ ആണ്. ഇവിടെ നിന്നാണ് ഈ ഗുഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ദൂച്ചാറ് വഴി വാസ്കോയിലേക്ക് പോകുന്നത് കേട്ടോ. ഗുഡ്സിൻ്റെ ഒരു, അതായത് ചരക്ക് ഗതാഗതം ആണ് ഇവിടെ ഫുള്ളുള്ളത്, വേറെ ഒന്നുമില്ല കേട്ടോ. ഫുള്ള് അത് മാത്രമുള്ളൂ, ഇൻഡസ്ട്രീസും ഗുഡ്സും അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊർണഗല്ലൂർ എന്ന ജംഗ്ഷനിലേക്ക് നമ്മളായിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ബെല്ലാരി. അപ്പോൾ ഞാൻ മാറി ഇറങ്ങി അപ്പുറത്ത് ആ ഫ്രണ്ടിലത്തേക്ക് കോച്ചി പോയി കയറട്ടെ, സ്റ്റീപ്പറിൻ്റെ അവിടെ പോയി കയറട്ടെ. നമുക്ക് ബെല്ലാരി ആയാലും AC കയറാൻ പറ്റത്തുള്ളൂ, കാരണം ടിക്കറ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ മറ്റേ ഹൈദരാബാദ് എക്സ്പ്രസിൻ്റെ ആ ഭാഗത്ത് പോയി കയറുക കേട്ടോ. ഇത് തിരുപ്പതി എക്സ്പ്രസ്. ഇതിൻ്റെ ആ ജോയിനിങ് പോർഷൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെയാണ് ആ 2 വണ്ടിയും ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം കണ്ട. ഇത് തിരുപ്പതിയുടെ റേക്ക്, മറ്റേത് ഹൈദരാബാദിൻ്റെ റേക്ക് കണ്ട. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് വെച്ചായിരിക്കും ഗുണ്ടക്കലിന് അവർ ഡിറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വെച്ച് ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ ഹൈദരാബാദ് പോകും, ഇത് മറ്റേത് തിരുപ്പതി പോകും. നമ്മുടെ സീറ്റ് കണ്ട് ഈ കോച്ചിലാട്ടെ AV1 കണ്ട. ഇവിടാണ് നമ്മുടെ ബർത്ത് ഉള്ളത്. ഇതിൻ്റെ ആ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നുണ്ടാ, BV2. എല്ലാത്തും ഈ ഹൈദരാബാദിൻ്റെ റേക്കിലെല്ലാം V കാണും കേട്ടോ, BV AV SV എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ബെല്ലാരി ജംഗ്ഷനിലെത്തി. ബെല്ലാരി എത്തിയപ്പോഴേക്ക് നമ്മൾ കണ്ട് കോച്ച് മാറാണ്, AV1 കേട്ടോ. അപ്പോൾ ഒരു സെക്കൻഡ് AC ആണ്, അതായത് 2015 ഉണ്ടാക്കിയ ഒരു സെക്കൻഡ് AC കോച്ചാണ്. അപ്പോൾ എൻ്റെ ബർത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി IRCTC ബുക്ക് ചെയ്തപ്പോൾ എൻ്റെ സീറ്റ് വന്ന 45 സൈഡിൽ ഒരെണ്ണം കാണിച്ചത്. പക്ഷേ അത് ഇതിനകത്ത് കോച്ചിൽ വന്നപ്പോൾ ലോവർ ബർത്താണ് കേട്ടോ. ഡോറിൻ്റെ അടുത്ത് എന്നോട് ലോവർ ബർത്താണ്. AC ആയിട്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെയാണ് എൻ്റെ ബർത്ത് കണ്ടോ. എനിക്കിപ്പോൾ 2ാമത്തെ തവണ ഇതേപോലെ സെക്കൻഡ് AC ICF സെക്കൻഡ് AC ബുക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തത് മാറിപ്പോയി, വേറെ ഒരു ഇതൊക്കെ കിട്ടുന്നത്. സീറ്റ് നമ്പർ സെയിം ആവും, പക്ഷേ നമ്മൾ കോച്ചിൽ വന്ന് നോക്കുമ്പോൾ വേറെ ബർത്തായിരിക്കും. എനിക്ക് അന്ന് ഡൽഹിയിൽ നിന്ന് പട്ടാൻകോട്ട് പോകാനത്ത് ഇതേ സെയിം അവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നു 2 സീറ്റ് ലേഔട്ടുള്ള സെക്കൻഡ് AC ഉണ്ടെന്ന് തോന്നുന്നു ICFൽ. അതുകൊണ്ടായിരിക്കും, അതൊന്നും അറിയത്തില്ല. ലോവറായിട്ട് ചെയ്ത് സൈഡ് ലോവറാണ് ബുക്ക് ചെയ്ത്. ഈ സൈഡ് ലോവറാണ് ടിക്കറ്റിൽ ഇപ്പോഴും കിടക്കുന്നത്, പക്ഷേ ലോവറാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ. ബെല്ലാരി ആയപ്പോഴേക്കും വണ്ടി ഫുള്ളായി കേട്ടോ. ഫുൾ ആൾക്കാരാണിപ്പോൾ. ACയും സ്ലീപ്പറും എല്ലാം ഫുള്ളായി. നമ്മൾ ഗുണ്ടക്കൽ എത്തുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഹൈദരാബാദിലേക്ക് പോകും, പുറകിലുള്ള തിരുപ്പതി വണ്ടി തിരുപ്പതിക്കും പോകും. നമ്മളാണ് ആദ്യം വിടുന്നത്. നമ്മുടെ ഡിപ്പാർച്ചറാണ് ഫസ്റ്റ്. 8:25 നമ്മൾ വിടും. മറ്റേതെങ്ങാണ്ട് 8:50 9 മണിക്കെങ്ങാണ്ടാണ് തിരുപ്പതി എക്സ്പ്രസ് പോകുന്നത്. നമ്മളങ്ങനെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നും സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ കയറി കേട്ടോ. ഇപ്പം സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഗുണ്ടക്കൽ ഡിവിഷനാണ് ഇനി അങ്ങോട്ട് കേട്ടോ. जाने वाली एक्सप्रेस प्लेटफॉर्म नंबर 5 पर थोड़ी देर में आएगी. നമ്മളങ്ങനെ 1 മണിക്കൂർ നേരത്തെ വന്നിരിക്കുകയാണ്, കാരണം ഇവിടെ ഈ വണ്ടി മുറിക്കുന്നതുകൊണ്ട് കുറേ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗുണ്ടക്കൽ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 5 വന്ന് കയറുന്നത് കേട്ടോ. ഇവിടെ ഈ അറിയാത്ത ആൾക്കാരൊക്കെ വണ്ടി മാറി കയറിയല്ലേ അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇവിടെ അവർ സ്പെഷ്യലി പറയുന്നുണ്ട്, പിന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗമാണ് മുറിക്കുന്നത്. നമ്മൾ ഈ ഉള്ളത് ഹൈദരാബാദ് പോവും, ഈ ഒരു ഇത്രയും ഈ SLR വരെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരുപ്പതിക്ക് പോകും. മനസ്സിലായോ? ഇവിടെ ഇഷ്ടംപോലെ ഫുഡൊക്കെ കിട്ടും കേട്ടോ, എന്ത് വേണമെങ്കിലും കിട്ടും ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ 7:40 ആയതേ ഉള്ളൂ. 8:30 വിട്ടാൽ മതി. അപ്പോൾ അവർ പയ്യെ ചെയ്യത്തുള്ളൂ. അത് കണക്ഷൻ ഇതിലായിട്ട് പിടിപ്പിച്ചിട്ടില്ല. കണക്ഷൻ പിടിപ്പിച്ചിട്ട് നമുക്ക് ആ ലോക്കോ പോയി നോക്കാം. ഇവിടെ നിന്ന് ലോക്കോ മാറും, ആ ഡീസൽ മാറി ഏലും ഇലക്ട്രിക് ലോക്കോ ആയിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്രസ്സിന് ഗുണ്ടക്കൽ നിന്ന് കൊടുക്കുന്ന ഇലക്ട്രിക് ലോക്കോ വരുന്നുണ്ട്. WP4 ആണെന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ കണ്ടിട്ട് അടുത്ത് വരുമ്പോൾ അറിയാം എന്താണത്.
അല്ലെ വല്ല ഗുഡ്സ് ലോക്കും ആയിരിക്കും. നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്രസ്സിന് ഒരു WP4 ലോക്കമാണ്, വട്ടുവ ഷെഡിൻ്റെ ലോക്കോ കേട്ടോ. സാധാരണ വിജയവാഡയുടെ ഒക്കെ ഇവിടെ വരുന്നത്, പക്ഷേ ഇത് വട്ടുവ ഷെഡിൻ്റെയാണ്. വട്ടുവ ഷെഡിൻ്റെ 22812 WP4 മറ്റേ ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് ഒക്കെ ഉള്ള ലോക്കോ. ഇതെന്തായാലും വെറൈറ്റി ആട്ടോ, വട്ടുവ ഷെഡിൻ്റെ ലോക്കോ ആണ്, നല്ല ക്ലീൻ ലോക്കോ ആണ്. WP4 ഇതാണ് ഇനി ഹൈദരാബാദ് വരെ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ലോക്കോ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി 8:30 ആകുമ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും. മറ്റോന്ന് പറയുന്നത് നമ്മുടെ അഹമ്മദാബാദിനടുത്തുള്ള ഒരു ലോക്കോ ഷെഡാണ്. അപ്പോൾ അവിടുത്തെ ലോക്കോ ആണ്. ഹൈദരാബാദ് പോകുന്ന ഈ ഒരു റേക്കിനാകെ 10-12 കോച്ചേ ഉള്ളൂ കേട്ടോ. ഒരേ ചെറിയ വണ്ടിയാണ്. അങ്ങനെ വാസ്കോ തിരുപ്പതി എക്സ്പ്രസ്സും വാസ്കോ ഹൈദരാബാദ് എക്സ്പ്രസ്സും അവർ വേർപെടുത്തിയിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കേട്ടോ. അങ്ങനെ ആ സ്ലിപ്പ് പോർഷൻ വേർപെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മുടെ വഴിക്ക് മറ്റേ വണ്ടിയുടെ വഴിക്ക് കേട്ടോ. അതിന് ഇതുപോലെ അവിടെ ഒരു ലോക്കോ പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളാണ് ആദ്യം എടുത്തോണ്ട് പോകുന്നത്. കണ്ട അത് നമ്മുടെ വണ്ടി കുറച്ച് മുന്നോട്ട് നീക്കുകയാണ്ട കണ്ടാ നോക്കിയേ, എടുത്തോണ്ട് പോകത്തൊന്നുമില്ല, കുറച്ച് മുന്നോട്ട് നീക്കിയിടും. മൂവ് ചെയ്യുന്നതിൻ്റെ എല്ലാവരും ഓടുന്നത്. അപ്പോൾ ഗാർഡ് പറഞ്ഞു പേടിക്കണ്ട, 8:30 ഇടത്തുള്ളൂ, അത് മാറ്റിയിട്ടാന്ന് പറഞ്ഞ് ഗാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും പറയുന്നത് കേട്ടോ. ഇത് ഇവർ പയ്യെ നിർത്തി കൊണ്ടുവരികയാണ്. എന്നാലും വളരെ ചുരുക്കം ട്രെയിനുകളുള്ളൂ ഇതേപോലെ സ്ലിപ്പായിട്ട് ഓടുന്നത്. അതിലൊരെണ്ണമാണ് നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന വണ്ടി. അങ്ങനെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ വാസ്കോ ഡ ഗാമ ഹൈദരാബാദ് എക്സ്പ്രസ്, ഇനി തിരുപ്പതിയില്ല, ഹൈദരാബാദ് എക്സ്പ്രസ് അങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ് ഗുണ്ടക്കൽ ജംഗ്ഷനിൽ നിന്നും കേട്ടോ. ഇത് വെളുപ്പിന് 4:45 ഇത് ഹൈദരാബാദ് സമയം. അതിന് മുമ്പൊക്കെ എത്തും, കാരണം ഒരു നല്ല ടൈം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. നമ്മളിവിടെ നിന്ന് ഇനി പോകുന്നത് ഡോൺ, പിന്നെ കർണൂൽ സിറ്റി, ഗഡ്വാൾ, അങ്ങനെ ആ ഒരു വഴിക്കാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് സിംഗിൾ ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സ്റ്റേഷനായ കാച്ചിഗുഡ, സെക്കന്ദരാബാദ് എല്ലാം കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനങ്ങ് എൻ്റെ വരെ പോകുന്നുണ്ട്, ഹൈദരാബാദ് വരെ പോകുന്നുണ്ട്. ഗുണ്ടക്കലിന് ഭക്ഷണം ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. സാമ്പാറും ഇഡ്ഡലിയും സംഭവങ്ങളൊക്കെ വലിയൊരു കോർണത്തോട്ട് തന്നെ. ഈ ലോവർ ബർത്ത് ശരിക്കും ആക്ച്വലി നൈസാണ്, പക്ഷേ ഈ ഡോറിൻ്റെ അടുത്ത് ആണെന്നൊരു വിഷയം. ഇങ്ങനെ എപ്പോഴും പുറത്ത് കിടക്കുകയും ചെയ്യുന്നൊരു ശബ്ദം കാരണം നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ വാസ്കോ ഹൈദരാബാദ് എക്സ്പ്രസ് ഇപ്പം ഡോൺ ജംഗ്ഷൻ എന്നൊരു സ്ഥലത്തെത്തിയേ. അപ്പോൾ ഞാൻ ഇനി കിടക്കാൻ പോകണം. ഇപ്പം സമയം 9:30 വെളുപ്പിന് 3:30-4 മണിയാകുമ്പോൾ എത്തുമല്ലോ. പിന്നെ അടുത്ത സ്റ്റോപ്പ് കർണൂൽ സിറ്റി ആട്ടോ. അടുത്ത ദിവസം രാവിലെ ഇപ്പം സമയം 4 മണിയായി. നമ്മൾ അങ്ങനെ ഹൈദരാബാദ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സെക്കന്ദരാബാദ്, കാച്ചിഗുഡ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഹൈദരാബാദ് എത്താറായിട്ടുണ്ട്. വണ്ടി നേരത്തെയാണ്. ഉറക്കമൊക്കെ പോയി എങ്ങനെ ഉറങ്ങാൻ വല്ലാത്തൊരു സമയമല്ലേ, എന്തോ ചെയ്യാനാ. വണ്ടി ഇപ്പോൾ എത്തും ഹൈദരാബാദ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൈദരാബാദ് സ്റ്റേഷനിൽ പോകുന്നത് കേട്ടോ. ഹൈദരാബാദിൽ ശരിക്കും പറഞ്ഞാൽ കുറേ സ്റ്റേഷനുണ്ട്. സെക്കന്ദരാബാദ് പോയിട്ടുണ്ട്, കാച്ചിഗുഡ പോയിട്ടുണ്ട്, ചർലപ്പള്ളി പോയിട്ടുണ്ട്, പക്ഷേ ഹൈദരാബാദ് സ്റ്റേഷനിൽ പോയിട്ടില്ല. ഹൈദരാബാദ് നമ്പള്ളി സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ശബരി എക്സ്പ്രസ് ഒക്കെ പണ്ട് അവിടെ നിന്ന് തുടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ വണ്ടി പോകുന്നത്. ഇപ്പോൾ സമയം 4:25. നമ്മളങ്ങനെ ഹൈദരാബാദ് നമ്പള്ളി സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹോണറിയാണ് കേട്ടോ. നല്ല കിടില തണുപ്പാണ് ഇവിടെ. ഇപ്പോഴത്തെ തണുപ്പെന്ന് പറയുന്നത് 11 ഡിഗ്രി തണുപ്പാവും അല്ലേ, ഒന്ന് ആലോചിച്ച്. ഇതാണ് ഹൈദരാബാദ് സ്റ്റേഷൻ. കണ്ടാ എനിക്ക് എന്തോ തണുപ്പെന്ന് പറയുക, നല്ല തണുപ്പാണ്. എൻ്റെ ദേവേ കിടില തണുപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്റ്റേഷനിൽ വരുന്നത് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. ഇത് ഈ ഒരു സ്റ്റേഷനെ പ്രത്യേകത എന്ന് പറയുക, ഇവിടെ ലൈൻ എൻഡാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈൻ ഇല്ല. അപ്പോൾ ഈ ഹൈദരാബാദ് സ്റ്റേഷൻ ഒരു ടെർമിനൽ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് മുന്നോട്ട് ലൈനൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് കുറേ വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തെലങ്കാന എക്സ്പ്രസ് ഒക്കെ ഇല്ലേ, ഹൈദരാബാദിൽ നിന്ന് ഡൽഹിക്ക് പോകും, അതൊക്കെ ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഹൈദരാബാദ് വന്ന് ഇറങ്ങുന്ന ആൾക്കാരും കുറവാട്ടോ. എല്ലാവരും സെക്കന്ദരാബാദ്, കാച്ചിഗുഡയൊക്കെ ഇപ്പോൾ ഇറങ്ങിപ്പോയി കേട്ടോ. നമ്മളെ ഗുണ്ടക്കൽ നിന്നും ഇവിടം വരെ എത്തിച്ച ലോക്കമാണ് കാണുന്നത്. നമ്മൾ ഈ വന്ന ഈ പ്ലാറ്റ്ഫോം 3 ഒരു കുഞ്ഞു പ്ലാറ്റ്ഫോമാണ്, ചെറിയൊരു പ്ലാറ്റ്ഫോം കേട്ടോ. അപ്പോൾ ഇവിടെ ലൈൻ എന്താണ് കേട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകത്തില്ല. ഇവിടെ സ്റ്റേഷൻ്റെ പണി നടക്കുന്ന കാരണം മര്യാദയ്ക്ക് എൻട്രൻസോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏതൊരു വഴി കൂടാണ് ഇവിടെ കിടത്തി വിടുന്നത്. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ എൻട്രൻസ് കണ്ട ഹൈദരാബാദ് മറ്റേ ചാർമിനാറിൻ്റെ ആർക്കിടെക്ചറിലൊരു സംഭവം കണ്ട, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ വാസ്കോ ഡ ഗാമ ഹൈദരാബാദ് ലിങ്ക് എക്സ്പ്രസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. ലിങ്ക് ട്രെയിൻ, സ്ലിപ്പ് ട്രെയിൻ എന്നൊക്കെ പറയും. ഒരു വെറൈറ്റി കൺസെപ്റ്റാണ്. മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. മിക്കവാറും ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴേക്കും 2 വണ്ടിയും ഇൻഡിപെൻഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ആവുന്നതിന് മുമ്പ് നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണാൻ പോകുന്നത് ചാർമിനാർ എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ്.
ഹൈദരാബാദിൽ നിന്നും ചെന്നൈക്ക് പോകുന്ന ഈ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഒരു പ്രസ്റ്റീജിയസ് വണ്ടിയാണ് ഈ ഒരു ചാർമിനാർ എക്സ്പ്രസ്. അപ്പോൾ ഈ ചാർമിനാർ എക്സ്പ്രസിൻ്റെ യാത്രയുടെ ഇൻട്രോ ഞാൻ ചാർമിനാറിന് മുന്നിൽ പോയിട്ടായിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചാർമിനാർ എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിട്ട് ഒരു ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.